ശ്രീപരമേശ്വരനെ പുത്രനായി ലഭിക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ച ശിവഭക്തനായ മുനിവര്യനായിരുന്നു ദധീചി മഹർഷി. ഒരിക്കൽ കഠിനമായ തപസ്സിലൂടെ മഹർഷി ശിവഭഗവാനെ പ്രസാദിപ്പിച്ചു. പ്രത്യക്ഷനായ ഭഗവാനോട് അദ്ദേഹം ആവശ്യപ്പെട്ട വരങ്ങളിലൊന്നായിരുന്നു വജ്രാസ്തിത്വം. ഇതിലൂടെ വജ്രം പോലെ കഠിനമായ അസ്ഥിയായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ചത്. അങ്ങനെയിരിക്കെ അതിഭയങ്കരനായ വൃത്രൻ എന്ന അസുരൻ ദേവലോകത്തെ ആക്രമിച്ചു. വരബലത്താൽ ശക്തനായ ആ അസുരനെ നേരിടാൻ ഇന്ദ്രനും ദേവഗണങ്ങൾക്കും സാധിച്ചില്ല. അസുരനെ വധിക്കാനുള്ള ശക്തമായ ആയുധം നിർമ്മിക്കാനായി ബ്രഹ്മാവിന്റെ ഉപദേശപ്രകാരം ഇന്ദ്രൻ ദാനശീലനായ ദധീചി മഹർഷിയെ സമീപിച്ചു. ആയുധം നിർമ്മിക്കുന്നതിന് തൻ്റെ അസ്ഥി ആവശ്യമാണെന്ന് മനസ്സിലാക്കിയ മഹർഷി ദേവന്മാരെ സഹായിക്കാൻ താൻ തയ്യാറാണെന്നറിയിച്ച് ജീവൻ വെടിഞ്ഞു. ഇന്ദ്രൻ അദ്ദേഹത്തിന്റെ അസ്ഥി വിശ്വകർമാവിനെ ഏൽപ്പിച്ചു. വിശ്വകർമാവ് ആ അസ്ഥി ഉപയോഗിച്ച് നിർമ്മിച്ച കരുത്തുറ്റ ആയുധമാണ് വജ്രായുധം. പിന്നീട് വജ്രായുധം ഉപയോഗിച്ച് ഇന്ദ്രൻ വൃത്രാസുരനെ വധിക്കുകയും വജ്രായുധം ദേവേന്ദ്രന്റെ ആയുധമായി മാറുകയും ചെയ്തു.